വെടിനിർത്തൽ ധാരണയ്ക്ക് മുന്നോടിയായി ഹമാസിനെ നിരായുധീകരിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നതായി വിവരം ലഭിക്കുന്നു. കാരണം സമാധാന മധ്യസ്ഥരായ ഈജിപ്തിന് കരട് രേഖ നൽകിയിരുന്നല്ലോ. അതിലാണ് ഇസ്രായേൽ ഈ നിലപാട് വ്യക്തമാക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. ഈ നിർദ്ദേശത്തെ പക്ഷേ ഹമാസ് പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. ബന്ദികളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ നിരായുധീകരിക്കാൻ തങ്ങൾ നിന്ന് തരില്ല എന്നാണോ ഹമാസ് പറയുന്നത്? ഐസൻ, നിരായുധീകരിക്കാനുള്ളൊരു നീക്കം നടത്തുന്നത് അനുവദനീയമല്ല എന്നൊരു നിലപാടാണ്. പക്ഷേ നിരായുധീകരിക്കുക എന്നുള്ളത് വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ അല്ലാതെയാണ് ഹമാസ് ആയുധങ്ങൾ ശേഖരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിരായുധീകരണം അസാധ്യമായൊരു കാര്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് വളരെ കൃത്യമായി ഇസ്രായേൽ ഇക്കാര്യത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാനെ തന്നെയാണ്. ഇറാനാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ ലഭ്യമാക്കുന്നതിന്. അത് പല ഭീകര സ്വഭാവമുള്ള സംഘടനകൾ, ഈ പ്രോക്സി യുദ്ധം നടത്തുന്ന ഹിസ്ബുള്ളയാകട്ടെ, അതുപോലെ തന്നെ ഹൂതി വിമതരാകട്ടെ, അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ നടത്തുന്ന ഹൂതി ഭീകരരെല്ലാം തന്നെ ഇടപെട്ടാണ് ഹമാസിന് കൃത്യമായ ആയുധങ്ങൾ എത്തിക്കുന്നത് എന്നതൊരു വസ്തുത തന്നെയാണ്. നമുക്കറിയാവുന്നതുമാണ്. പലതവണ ഈ ആയുധ കള്ളക്കടത്ത് സംബന്ധിച്ച വാർത്തകളെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ ആക്രമണ സ്വഭാവം നിയന്ത്രിക്കുക എന്നതൊരു അനിവാര്യമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുധ ശേഖരങ്ങളില്ലാത്ത ഒരു ഹമാസിനെ മാത്രമേ ചർച്ചകൾക്ക് സാധ്യമാക്കാൻ സാധിക്കൂ എന്നൊരു നിലപാട് ഇപ്പോൾ മീഡിയേറ്റേഴ്സിന്, അതായത് ഈജിപ്റ്റ് നൽകിയ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻപ് നൽകിയ കരട് രേഖയിൽ ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഈ ആവശ്യത്തോട് അനുകൂലം അല്ലെങ്കിൽ അതിനെ കൃത്യമായി എതിർക്കുകയാണ് ഹമാസിൻ്റെ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം തന്നെ കൃത്യമായി ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ആയുധങ്ങളില്ലാതായാൽ തങ്ങൾക്ക് മേലുള്ള അധിനിവേശം കൂടുമെന്ന ഒരു ന്യായമാണ് അവർ നിരത്തുന്നത്. എങ്കിൽ കൂടി ഇത്തരത്തിലൊരു മിലീഷ്യയ്ക്ക്, അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഹമാസ് എന്നതൊരു വസ്തുതയാണ്. തീവ്രവാദ സ്വഭാവമുണ്ട്. മറ്റ് ആ തീവ്രവാദികളുടെ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന കൂടി തന്നെയാണ് ഹമാസ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹമാസിനെ പൂർണ്ണമായും ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന കൃത്യമായ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ ഇത് കൂടി നടക്കുന്നത്, അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കൃത്യമായ അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിരായുധീകരിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യത്തെ കൃത്യമായും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഹമാസിനെ ഈജിപ്റ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ അറിയിപ്പൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിലും ഈ ആവശ്യത്തിന് പ്രാധാന്യമുണ്ട് എന്ന നിലപാടാണ് ഈജിപ്റ്റ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ഒരു നീക്കം നടക്കുമ്പോൾ നിരായുധീകരണം ഉണ്ടാകണമെന്നൊരാവശ്യവുമുണ്ട്. ഈ ചർച്ചകൾ തുടരുകയാണെങ്കിൽ ബന്ദികളുടെ മോചനം, ഒറ്റയടിക്ക് 50-ലേറെ ഉള്ള ബന്ദികളെ ഒറ്റയടിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും ഹമാസ് അറിയിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഹമാസിനെതിരായ ശക്തമായ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമുക്കറിയാവുന്നതാണ്. നെറ്റ്സ്ട്രീം ഇടനാഴിയിലെല്ലാം തന്നെ കൃത്യമായി ഹമാസിൻ്റെ നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു, കരസേനയെ വിന്യസിച്ചിരിക്കുന്നു. അവർ പിന്മാറുന്നതിന് ഉള്ള നീക്കങ്ങൾ നടത്തുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്ന നിലപാട്, ആദ്യം ഉണ്ടായ വെടിനിർത്തലിൻ്റെ ഭാഗമായി ഉണ്ടായ രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടങ്ങേണ്ടതിൻ്റെ ആ സമയത്ത് അത് ആവർത്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള സൈനിക വിന്യാസം കൃത്യമായി അവിടെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായാണ്. പല രീതിയിലുള്ള അതിക്രമങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ ഈ സമയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല ബന്ദികളുടെ മോചനം സംബന്ധിച്ചൊരു അരക്ഷിതാവസ്ഥ നിലനിർത്തുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിരായുധീകരണം വേണമെന്നൊരു ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ ഈ മധ്യസ്ഥ രാഷ്ട്രങ്ങളും ഇതിനെ അനുകൂലിക്കുന്നു, അതായത് ഈജിപ്തും ഖത്തറും ഇതിനെ അനുകൂലിക്കുന്നു എന്നൊരു സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ ആയുധമില്ലാതാക്കണമെന്നൊരാവശ്യം തത്വത്തിൽ അമേരിക്കയും അംഗീകരിച്ച ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും അത്തരത്തിലൊരു നീക്കമായിരിക്കും തുടർ ചർച്ചകൾ ഉണ്ടാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.